ചെറിയ ഉസ്താദും വേർപിരിഞ്ഞു, ചിരിമുഖമുള്ളിൽ തെളിഞ്ഞിടുന്നു. ആദികളഹദിൻ മുന്നിൽ പറഞ്ഞു, ആത്മീയ കൈരളി കണ്ണീറഞ്ഞു. ചെറിയ ഉസ്താദും വേർപിരിഞ്ഞു, ചിരിമുഖമുള്ളിൽ തെളിഞ്ഞിടുന്നു. ആദികളഹദിൻ മുന്നിൽ പറഞ്ഞു, ആത്മീയ കൈരളി കണ്ണീറഞ്ഞു. പതിരു തിരഞ്ഞാൽ ആ ജീവിതമിൽ കാണില്ല, പതിവായി കണ്ട വിനയഭാവമോ കണക്കില്ല. പദവികളിൽ മികൈന്ത മാതൃകയല്ലാതില്ല, പതറാതുള്ള ഒത്ത മറുപടിയും ഇനിയില്ല. സുഖമേകല്ലാ, സ്വർഗമിലിടമേകല്ലാ, മുഖഭാവങ്ങളെ ഉസ്താദിനാകാരം. സ്നേഹസ്വരം കേട്ടാൽ അതു തന്നെ സംസാരം. ശൈഖുനയില്ലെന്നാൽ പകരത്തിനു പരിഹാരം. അതിനാൽ ചെറിയ പി എന്നുള്ള പുരസ്കാരം ഇനിയില്ലല്ലോ, ബദലിനുമാവില്ലല്ലോ. ചെറിയ ഉസ്താദും വേർപിരിഞ്ഞു, ചിരിമുഖമുള്ളിൽ തെളിഞ്ഞിടുന്നു. ആദികളഹദിൻ മുന്നിൽ പറഞ്ഞു, ആത്മീയ കൈരളി കണ്ണീറഞ്ഞു. മങ്ങാട് പൂന്തോപ്പിൽ തേന്നുകരാനായി വന്ന്, മങ്ങാതെ അവരും അവസാനം വരെ നിന്ന്. അവിടെ മുതൽക്കു പിന്നെയെല്ലാം ശൈഖുനയെന്ന് പലവൊരു ചെറിയ പി ഉസ്താദും മൊഴിയൊന്ന്. ഉസ്താദിൻ കാലം തന്നെ മരണത്തെ ഉൽഗണമെന്ന് ചൊന്നേ. ദശകം ദർസുകളിൽ ഓതിയെടുത്തോവർ, അരനൂറ്റാണ്ടോളം ഓതിക്കൊടുത്തോവർ, 40 പതിറ്റാണ്ടോളം വഴ പറഞ്ഞോവർ, അർപ്പണ ജീവിതം ദീനിന് തന്നോവർ. ഹുബ്ബുന്നബി പറഞ്ഞ് മഹബ്ബത്തിൻ ജീവിതവും മറഞ്ഞ്. ചെറിയ ഉസ്താദും വേർപിരിഞ്ഞു, ചിരിമുഖമുള്ളിൽ തെളിഞ്ഞിടുന്നു. ആദികളഹദിൻ മുന്നിൽ പറഞ്ഞു, ആത്മീയ കൈരളി കണ്ണീറഞ്ഞു. ആദർശവേദികളിൽ വിഷയങ്ങൾ പറയുന്ന, ഉപചോദ്യമില്ലെന്ന് പ്രതിയോഗികളും ചൊന്ന്. ബിദ്അത്തിനെ ഇരുത്തി കോടതികളിലും ചെന്ന്, ബിദ്അകൾ തോൽവി സമ്മതിച്ചു പോയതും അന്ന്. ധീരപ്രബോധകരെ, ഈ ദീനിന് തീരാ നഷ്ടം പ്രിയരേ. ഇല്ലായ്മയിൽ നിന്നാണവിടുത്തെ ആരംഭം, ഇൽമിൻ വഴി നടന്നവർക്കതിലെല്ലാം സുലഭം. അദബും വിനയമാണ്